ഞങ്ങളങ്ങ് പോയേക്കാം. എന്തായാലും അതെങ്ങനെ ധൃതി വെക്കുന്നത്? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, തരാനുള്ളത് എപ്പോഴായാലും തരും. പാവാ, ഇച്ചിരി ബഹളം വെക്കുന്നു മാത്രമേ ഉള്ളൂ. അമ്മ ഒരു കാര്യം ചെയ്യും, ഏതായാലും വിശ്രമത്തിന് വന്നു, തടിയൊക്കെ ഒന്ന് നന്നാക്കണം. 21 ദിവസം ആട്ടുസൂപ്പ് കഴിക്കണം. പിന്നെ ശുദ്ധമായ പശു നെയ്യ്. അല്ല, ഇവിടെ ഇല്ലെങ്കിൽ വേണ്ട, പുറമേന്ന് വാങ്ങിച്ചോളൂ, വിരോധമില്ല. പിന്നെ അറിയാലോ, ഉച്ചയൊണ്ണ് ഇറച്ചിയും മീനും എനിക്ക് നിർബന്ധ. അത്താഴത്തിന് ശേഷം 2 ഏത്തപ്പഴം, ഇച്ചിരി പാലും. ഇനി എന്നും കാലത്ത് അമ്മ 5 മണിക്ക് തന്നെ വിളിക്കണം. കാരണം പോലീസ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എക്സർസൈസ് ചെയ്തിട്ടില്ല. അപ്പൊ തടി അനങ്ങിയിട്ട് ഒന്ന് ഓടണം. അപ്പൊ പിന്നെ സൂപ്പിന്റെ കാര്യം മറക്കണ്ട, നാളെ മുതൽ ആയിക്കോട്ടെ. കാലത്തിന്റെ മോൾക്ക് പിടിപ്പത് പണിയുണ്ടല്ലേ. എന്ത് ചെയ്യാം, ഒരു ചേട്ടൻ കളക്ടറേറ്റിൽ പോണം, മറ്റേ ചേട്ടൻ എസ്റ്റേറ്റിൽ പോണം. ഒരു ഉപകാരം ചെയ്യൂ. ഉപകാരം മാത്രമേ ചെയ്യൂ. ധാരാളം സമയമുള്ളതുകൊണ്ട് എന്ത് ഉപകാരം വേണമെങ്കിലും ചെയ്യാമല്ലോ. കുഞ്ഞളിയാൻ പറഞ്ഞോളൂ. ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങിത്തരൂ. ഒന്ന് മതിയോ? മതി. ആ, ഇന്ത്യൻ വേണോ ഫോറിൻ വേണോ? ഏതാ പെട്ടെന്ന് ഇട്ടാച്ചാ അത്. വില കൂടിയത് വേണോ കുറഞ്ഞത് വേണോ? അതൊക്കെ ആനന്ദേട്ടന് ഇഷ്ടം. എന്നാ കൂടിയതായിക്കോട്ടെ. നാളെ കാലത്ത് 10 മണിക്ക് ജപ്പാനിലേക്ക് പോണ്ടേ. അവിടെ ചെന്നാ സോണി കമ്പനിക്കാരൻ നേരിട്ട് വാങ്ങിക്കാമല്ലോ. ഒറിജിനൽ ആയിക്കോട്ടെ. എന്ത് നിനക്ക് ഞാൻ ഒലക്ക വാങ്ങിച്ചു തരടാ, ഇരുമ്പോലക്കാ. ഇത് INSP-കാരന്റെ കുപ്പായായിരിക്കും അല്ലേ? എനിക്കിത് നന്നായി ചേരുമെന്ന് തോന്നല്ലോ മോളെ. പ്രകാശ് ചേട്ടൻ ഇപ്പൊ പുറത്തു പോണെന്ന് പറഞ്ഞു. പോയിക്കോട്ടെ, കുഴപ്പമില്ല.